പ്രിയപ്പെട്ടവരെ, ഇന്ന് വേറെ വിഷമമുള്ളൊരു കാര്യം അറിയിക്കാനാണ്. നമ്മുടെ തൃശ്ശൂർ വെടിക്കെട്ട്, തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തിരുവമ്പാടി ദേശത്തിൻ്റെ വെടിക്കെട്ടിനുള്ള എല്ലാ കരിമരുന്ന് വെടിക്കോപ്പുകളും കത്തി നശിച്ചു പോയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു 5 പേർക്ക് ജീവഹാനി ഉണ്ടായതും ഒരുപാട് പേർക്ക് അതിദാരുണമായിട്ടുള്ള അപകടങ്ങൾ, അതിഭീകരമായിട്ടുള്ള അപകടങ്ങൾ പറ്റിയതായിട്ടും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 മണിയോട് കൂടിയിട്ടാണ് ഈ അപകടം ഉണ്ടായത്. അതികഠിനമായ ചൂട് കൊണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ഔദ്യോഗികമായിട്ടുള്ള നിഗമനങ്ങളോ ഒന്നും ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസി ഇതിൽ ഈ പടക്ക നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതായിട്ട് വിൽസേട്ടൻ്റെ ഒരു ബൈറ്റാണ് നമുക്ക് ചാനലുകളിൽ കാണാൻ പറ്റി. 2:40 ഉള്ളിൽ പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ ഇപ്പോൾ ഇവിടുത്തെ തിരി കെട്ടിയിട്ടുണ്ടാവും. ചൂട് കാരണം ഞാൻ തിരി എടുത്തില്ല, ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് തുടങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ ഷേമ തട്ടി. എൻ്റെ നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലാക്കി ചലിച്ചു. ഞാൻ ഓടുമ്പോഴേക്കും ഇവിടെ നറുചെട്ട് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നറുചെട്ട്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ ഒന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളെത്തിക്ക് തന്നെ എടുത്തു കൂട്ടി. 2-3 ഷെഡ്, അത് 3 പിന്നെ ഒരു ഷെഡ് ആ പാടത്തിൻ്റെ അറ്റത്ത് ഉണ്ട്. അത് അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതിൽ കുറച്ച് മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്, അത് എനിക്കറിയില്ല. വെടിക്കെട്ടുകൾക്ക് പേരുകെട്ട പൂരങ്ങളാണ് പാലക്കാട് നടക്കുന്നത്. പാടങ്ങളിൽ അതിഭീകരമായ വെടിക്കെട്ടുകൾ നടക്കുമ്പോൾ നമ്മൾ തൃശ്ശൂർക്കാർ പറയുന്ന ഒരു ഡയലോഗാണ്, തൃശ്ശൂർ ടൗണിൻ്റെ ഒത്ത നടുക്ക് ഞങ്ങൾ അതേമാതിരി പൊട്ടിക്കുന്നു പറയുന്നത്. അത്രയും വലിയ വെടിക്കെട്ട് നമ്മൾ തൃശ്ശൂർ ടൗണിൽ നടക്കുകയാണ്. അതിലെ തിരുവമ്പാടി ദേശത്തിൻ്റെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വെടിക്കെട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളാണ് ഇപ്പോൾ കത്തി നശിച്ചു പോയിട്ടുള്ളത്. അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമായി പോയി. തൃശ്ശൂർ പൂരത്തിന് ദിവസങ്ങൾ മാത്രം ഇരിക്കുന്ന സാമ്പിൾ വെടിക്കെട്ട്, നാളെ കഴിഞ്ഞ സാമ്പിൾ വെടിക്കെട്ടായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഞായറാഴ്ചയൊക്കെ പൂരമാണ്. അതിന് എല്ലാം തയ്യാറെടുപ്പും കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ അതിദാരുണമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്. ഈ മരിച്ചുപോയവരുടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ, അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതുപോലെ അപകടം പറ്റിയ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് രക്ഷപ്പെടാൻ കഴിയട്ടെ. ഇത് അപകട സമയത്തെ ദൃശ്യങ്ങളാണ്. പ്രേക്ഷകരെ, ആ വ്യാപ്തി എത്രത്തോളമാണെന്ന് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന വലിയ തീനാളകളും പുകച്ചുരുളുകളും ഒക്കെ കാണാൻ കഴിയുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.